ഹായ്, ഹലോ. സുധാമൂർത്തിയെ അറിയില്ലേ? ഒരിക്കൽ അവരോട് ഒരു പത്രപ്രവർത്തകൻ പണത്തിന്റെ നന്മ തിന്മകളെക്കുറിച്ച് ചോദിച്ചു. അതിന് അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ജീവിതത്തിൽ രണ്ട് സാഹചര്യങ്ങളും നേരിൽ അനുഭവിച്ചതിനാൽ സമ്പന്നത തിന്മയാണെന്ന് തോന്നിയിട്ടില്ല. പരിശ്രമിച്ചിട്ട് സമ്പന്നരാവാൻ കഴിയാത്തവർ അതിനെ തിന്മയായി പറയാറുണ്ട്. എന്നാൽ ധനത്തിന് നന്മയുടെ ശക്തിയുണ്ട്. ഒരുപാട് പേരുടെ വേദനകൾ മാറ്റാൻ നമ്മുടെ പക്കലുള്ള പണത്തിന് കഴിയും. നാം എല്ലാവരും അധ്വാനിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുവഴി നമ്മുടെ ജീവിതം കൂടുതൽ സുഖകരമാക്കാമെന്നും നാം കരുതുന്നു. നമ്മുടെയും കുടുംബത്തിന്റെയും സുരക്ഷയും കരുതലുമാണ് നാം ഓരോരുത്തരും ഇതുവഴി ചെയ്യുന്നത്. എത്ര അധ്വാനിച്ചാലും ചിലർക്ക് വളരെ കുറച്ച് മാത്രമേ സമ്പാദിക്കാൻ സാധിക്കാറുള്ളൂ. മറ്റു ചിലർക്കാണെങ്കിൽ അവരുടെ ഒരു ഒപ്പിന് അല്ലെങ്കിൽ ഒരു വാക്കിന് കോടികളുടെ മൂല്യം കാണും. പറയാൻ ഉദ്ദേശിക്കുന്നത് പണം ഉണ്ടാകുന്നത് ഒരു തെറ്റായ കാര്യമാണോ എന്നാണ്. ഒരിക്കലുമല്ല. ഒരു സംഭവ കഥ പറയാം. ഒരിക്കൽ കോടീശ്വരനായ ഒരു മുതലാളി കോടികൾ മുടക്കി ഒരു വീട് വെച്ചു. 3-4 കോടികൾ മുടക്കിയിട്ടുണ്ടെന്ന് ആരും ഒറ്റ നോട്ടത്തിൽ പറയുന്ന ഒരു വീട്. ഇത് കണ്ട് മുതലാളിയുടെ ഒരു അടുപ്പക്കാരൻ മുതലാളിയോട് ചോദിച്ചു, താങ്കൾ ഈ 3 കോടിയുടെ വീടിന് ചെലവാക്കിയ പണം കൊണ്ട് എത്ര പേർക്ക് ഭക്ഷണം നൽകാമായിരുന്നു എന്ന് താങ്കൾക്ക് അറിയാമോ? മുതലാളി പറഞ്ഞു, എനിക്കത് കൃത്യമായി അറിയില്ല. എന്നിട്ട് ആ വീട്ടുടമയായ മുതലാളി ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ വീട് വെച്ചത് മൂലം ഫൗണ്ടേഷൻ കെട്ടിയ പാറ തന്ന ക്വാറിയിലെ തൊഴിലാളികൾക്ക് ഭക്ഷണം ലഭിച്ചു. 2 വർഷത്തോളം സ്ഥിരമായി പണി ഉണ്ടായിരുന്നത് മൂലം ഒരുപാട് മേസ്തിരിമാർ, ആശാരിമാർ, മൈക്കാടുമാർ, അങ്ങനെ 100 കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടി. അവർ രക്ഷപ്പെട്ടു. കട്ടക്കമ്പനിയിലെ ആളുകൾക്ക് മുതൽ സിമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർക്ക് വരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഭക്ഷണത്തിനുള്ള 2 വർഷത്തോളം വഴി ഇതുമൂലമുണ്ടായി. ടൈല് പണിക്കാർ മുതൽ പ്ലംബിംഗ്, വയറിംഗ് ചെയ്യുന്നവർ, അത് പണിയാൻ മെറ്റീരിയൽ വാങ്ങിയ കടകളിലെ ആളുകൾ, അവരുടെ ഫാക്ടറിയിലെ ആളുകൾ, അങ്ങനെ 100 കണക്കിന് ആളുകൾക്ക് ഭക്ഷണം ലഭിച്ചു. എന്തിനേറെ പറയുന്നു, വിവിധ ഘട്ടങ്ങളിൽ കാറ്ററിംഗ് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരെ ഈ കെട്ടിട നിർമ്മാണം മൂലം ഭക്ഷണം ലഭിക്കാനുള്ള വകയുണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആയിരങ്ങളുണ്ട്. അതിനാൽ മൊത്തം എത്ര പേർക്ക് ഞാൻ ഭക്ഷണം നൽകിയെന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുമ്പോൾ നിങ്ങൾ നിരവധി ആളുകളുടെ പോക്കറ്റിൽ പണം നിക്ഷേപിക്കുകയും അവർ ചെയ്യുന്ന തൊഴിലുകൾക്ക് മാന്യത നൽകുകയും കൂടി ചെയ്യുകയാണ്. അവർ ആത്മാഭിമാനത്തോടെ ആ പണം വാങ്ങുന്നു. ഞാൻ ആ വീട് വെച്ചപ്പോൾ എൻ്റെ പണം പല വ്യക്തികളുടെ പോക്കറ്റിൽ മാന്യതയോടെയാണ് എത്തിയത്. എന്നാൽ ഞാൻ ആ വീടുണ്ടാക്കാതെ ആ പണം സൗജന്യമായി ആർക്കെങ്കിലും കൊടുത്താൽ അത് ഭിക്ഷക്കാരന് ഭിക്ഷ നൽകുന്നതിന് സമമല്ലേ? അത് വാങ്ങുന്നവരുടെ ആത്മാഭിമാനം തകർത്ത് കളയും. അതുകൊണ്ട് സുഹൃത്തെ, ആരെങ്കിലും വില കൂടിയ വസ്തുക്കൾ വാങ്ങിയാൽ എന്തിനാ വില കൂടിയ വസ്തുക്കൾ നിങ്ങൾ വാങ്ങിയത്? ആ പണം കൊണ്ട് അനേകരെ സഹായിക്കാമല്ലോ എന്ന കമന്റ് ദയവായി ഒഴിവാക്കണം. ഹാവ് എ നൈസ് ഡേ.